തിരുവനന്തപുരം DCC ഓഫീസിന് മുന്നിൽ വീണ്ടും സംഘർഷം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ DCC ഓഫീസിലേക്ക് പ്രവർത്തകർ തടിച്ച് എത്തിയിരുന്നു. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിന് ശേഷമായിരുന്നു ഈ പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി പോലീസും എത്തിയിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ DCC ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസ് മറുഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, നിലവിൽ ദൃശ്യങ്ങളിൽ സംഘർഷം ഇല്ല. എന്താണ് ഇപ്പോൾ അവിടെ സംഘർഷ സാധ്യതയ്ക്കുണ്ടായ സാഹചര്യം? അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോലീസ് നടപടികൾ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 353 വകുപ്പ് ചുമത്തിക്കൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന 3 പേരെ ഒരുപക്ഷെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതോട് പോകാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. DCC ഓഫീസാണ്. അതിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്താൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പോലീസ് കാത്തു നിൽക്കുകയാണ് പ്രവർത്തകർ പുറത്തേക്ക് എത്തുന്നതിന് വേണ്ടി. എന്തായാലും കേസ് ചുമത്തിയിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 353 വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. 147 വകുപ്പും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 പേരെയോ 3 പേരെയോ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏതാനും ചില പോലീസുകാർ പുറത്ത് നിൽക്കുന്നത് കണ്ടിരുന്നു. മാത്രമല്ല, ഈ പോലീസ് ആ സമയത്ത് വലിയ ആവേശത്തോടെയാണ് എത്തിയത് എങ്കിലും അകത്തേക്കൊന്നും കടക്കാൻ സാധിച്ചില്ല. പിന്നീട് പുറത്ത് തന്നെ നിലയുറപ്പിച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ പാർട്ടി നേതാക്കളുമായി പോലീസ് ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ ഒരു ധാരണപ്പുറത്ത് അറസ്റ്റിലേക്ക് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കമായിരിക്കും നടത്തുക. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കില്ലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം DCC നേതാക്കളുമായും KPCC ഭാരവാഹികളുമായി ചർച്ച നടത്തിയാണ് ഈ പ്രവർത്തകരെ, അതായത് പോലീസ് വാഹനങ്ങൾ ആക്രമിക്കുകയും കന്റോൺമെന്റ് SI ദിൽജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് നടപടികൾ എടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. 2 പേരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് സാധ്യത. പോലീസ് ഉദ്യോഗസ്ഥർ, കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം DCC ഭാരവാഹികളുമായി അടക്കം ഇപ്പോൾ വീണ്ടും ചർച്ച നടത്തുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ DCC നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അതിനുശേഷം ഈ പോലീസ് വാഹനം തടഞ്ഞവരെ ഉൾപ്പെടെ, പോലീസ് വാഹനത്തിന് നേരെ അതിക്രമം നടത്തിയവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എന്നുള്ളതാണ് അറിയുന്നത്. പാർട്ടി ഓഫീസിനകത്ത് കയറി ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ നേതാക്കളുമായി പോലീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്.